2024 ജൂൺ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടി, പ്രത്യേകിച്ച് അറബിക് നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സൗജന്യമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ഇവിടെ നടത്തുന്നത്. അപ്പോ നമുക്കറിയാം 6 മാസത്തോളം നമ്മുടെ മുമ്പിലുള്ള എക്സാമിന് ഇപ്പോൾ തന്നെ ഒരുങ്ങേണ്ട സാഹചര്യം, അതിന്റെ പ്രാധാന്യമൊക്കെ ഓരോരുത്തരും അറിയുന്ന ആളുകളും നമ്മൾ. 6 മാസം ഉണ്ടെങ്കിൽ നമ്മുടെ സിലബസ് അത്രയും വിശാലമാണ്, നമുക്ക് പഠിക്കാനുള്ള ഏരിയകൾ അത്രയും വാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ ആരാണോ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് അത്രയും മുന്നിലെത്താനും അത്രയും മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ എക്സാമിന് കഴിയൂ എന്ന് കഴിഞ്ഞ എക്സാമുകളിലൊക്കെ എക്സാം അറ്റൻഡ് ചെയ്തവരും എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കിയവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ക്രിസ്റ്റൽ എജു ഹബ്ബ് വളരെ നേരത്തെ തന്നെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ക്രിസ്റ്റലിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കോ അങ്ങനത്തെ ആൾക്കൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടോ, തീരെ നെറ്റ് എക്സാമിന്റെ സിലബസിനെ കുറിച്ചൊന്നും തീരെ ഒരു ഐഡിയ ഇല്ലാത്ത, അല്ലെങ്കിൽ ജസ്റ്റ് സിലബസ് അറിയാം, അതിലുള്ള കണ്ടന്റുകളെ കുറിച്ച് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ കണ്ടന്റുകൾ ഏതൊക്കെ തരത്തിലുണ്ട് എന്നൊന്നും ഐഡിയ വളരെ കുറവുള്ള ആളുകൾ, അവരൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ്, ഇങ്ങനെ ഒരു സെഷൻ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 3. കഴിഞ്ഞ ഒരു വെബിനാറിൽ, നമ്മളെ ക്രിസ്റ്റലിലെ തന്നെ വെബിനാറിൽ നിങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകും. അത് നമ്മൾ ഈ നെറ്റ് എക്സാമിനെ കുറിച്ചും അറബിക്കിന്റെ നിലവിലുള്ള അവസ്ഥകൾ, അറബിക്കിന്റെ സിലബസ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് ഓൾറെഡി സിലബസുകളൊക്കെ പരിചയപ്പെട്ടു. 10 യൂണിറ്റുകളാണ്. ഓരോ യൂണിറ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരെ സിലബസിലേക്ക് കടന്ന് നേരെ ക്ലാസ്, അതായത് നമ്മൾ എക്സാമിന് പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അതിന്റെ നോട്ട്, PPT കാര്യങ്ങൾ, മെറ്റീരിയലുമായിട്ടാണ് ഈ ഒരു സെഷൻ വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒരു ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ഓറിയന്റേഷൻ സെഷൻ എന്നല്ല, മറിച്ച് സീരിയസ് ആയിട്ട് നമ്മൾ എക്സാമിന്റെ സ്റ്റഡി, നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ, പഠിച്ചുകൊണ്ടുള്ള പ്രിപ്പറേഷൻ, മാനസികമായിട്ട് നമ്മളെല്ലാവരും റെഡി ആയിട്ട് വന്നവരാണ്. പഠിച്ചുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, യഥാർത്ഥ രൂപത്തിലുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 3, അതായത് അദബുൽ മഹ്ജർ, അദബുൽ അന്തലുസ് എന്ന് പറയുന്ന 2 പാർട്ട് നമ്മൾ സിലബസ് പറഞ്ഞു. അപ്പൊ അദബുൽ അന്തലുസ്, അദബുൽ മഹ്ജർ എന്ന് പറഞ്ഞ 2 പാർട്ടാണ് യൂണിറ്റ് 3 ഉള്ളത്. അതിൽ ഫസ്റ്റത്തെ പാർട്ട്, ആദ്യത്തെ മെയിൻ പാർട്ടാകുന്ന അദബുൽ മഹ്ജർ, മൈഗ്രന്റ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതിൽ ഏകദേശം ഒരു 7ഓളം അല്ലെങ്കിൽ 9ഓളം ആളുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ സിലബസ് പറയുന്നില്ല, നമുക്ക് ഇന്ന് ഈ ഒരു സെഷനിൽ ഏകദേശം 1 മണിക്കൂർ നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് എത്ര ആളുകളെ കവർ ചെയ്യാൻ പറ്റും അത്ര ആളുകൾ നമുക്ക് കവർ ചെയ്യാം. അപ്പൊ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരെ കുറിച്ച് ഹന്ന ഫാഖൂരി ഹദീത്തിൽ ഏകദേശം ആളുകളെ കുറിച്ചിട്ടൊക്കെ ഉണ്ട്. ഹന്ന ഫാഖൂരി ഒക്കെ നമ്മൾ നോക്കണം. അതിന് പുറമെ ഈ കിട്ടുന്ന മെറ്റീരിയലുകൾക്ക് പുറമെ ഹന്ന ഫാഖൂരി നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഹന്ന ഫാഖൂരി ഒക്കെ റെഫർ ചെയ്തുകൊണ്ടുള്ള നോട്ട് ആണ്, ക്ലാസ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. അതായത് ഖലീൽ ജിബ്രാൻ എന്നറിയുന്ന ഒരു എഴുത്തുകാരനെ കുറിച്ച് അറിയാത്ത, അറബിയിലോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലും അദ്ദേഹത്തിന്റെ ഏത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏകദേശം എല്ലാ ഭാഷയിലെ രചനകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട വലിയൊരു പ്രതിഭയാണ് ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ആള്. അപ്പൊ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു അറബ് എഴുത്തുകാരനാണ്. അറബ് ഭാഷയിലെ, അല്ലെ അറേബ്യൻ രാജ്യത്ത് വന്ന് അറബ് ഭാഷയിലൂടെ സാഹിത്യത്തിലേക്ക് കടന്നു വന്ന് പിന്നെ അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ കൃതികൾ രചിച്ച ഒരു വലിയൊരു എഴുത്തുകാരനും ഷായറും അതുപോലെ തന്നെ നാസിറൊക്കെ ആയിട്ടുള്ള ഒരാളാണ് ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നത്. അപ്പൊ ഖലീൽ ജിബ്രാനെ കുറിച്ച് ഏകദേശം എല്ലാ എക്സാമിനും പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളിലൊക്കെ ഏകദേശം ഒരു 70% എക്സാമുകളുടെ പ്രീവിയസ് PYQ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഖലീൽ ജിബ്രാനെ കുറിച്ച് ഏകദേശം എല്ലാ ക്വസ്റ്റ്യനിലും കാണാൻ പറ്റും, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റും. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സൗണ്ടിന്റെ ഇഷ്യൂ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അത് എനിക്ക് മാത്രമേ ഉള്ളൂ, അതോ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, അതല്ല വേറെ ആർക്കെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണം. ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ എന്ന് കമന്റിൽ ഒന്ന് അറിയിച്ചാൽ സൗകര്യം. അപ്പോ ഇൻഷാല്ല നമ്മൾ പറഞ്ഞു വന്നത്, അപ്പൊ ഖലീൽ ജിബ്രാൻ എന്ന അത്ര ഇമ്പോർട്ടന്റ് ആയ, എല്ലാ എക്സാമിനും ചോയ്സ് കണ്ടിട്ടുള്ള, നമ്മൾ അറിയൽ നിർബന്ധമായ ഒരാളാണ് ഖലീൽ ജിബ്രാൻ. അപ്പൊ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച്, അദ്ദേഹം ജനിച്ച സ്ഥലം, അദ്ദേഹം അദബുൽ മഹജറിൽ പെടാൻ കാരണം എന്താ? അദബുൽ മഹജർ എന്ന് പറഞ്ഞാല് നമ്മൾ ഇൻഷാല്ല ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ, അദബുൽ മഹജർ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരും കേട്ടോ. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇന്ന് നമ്മൾ നേരിട്ട് പെട്ടെന്ന് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം, സിലബസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലക്ഷ്യത്തിൽ നമ്മൾ നേരെ വ്യക്തികളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുകയാണ്. യഥാർത്ഥത്തിൽ അദബുൽ മഹജർ എന്ന് പറഞ്ഞാൽ ഹിജ്റ പോയ ആളുകളാണ്. സ്വന്തം ജന്മനാടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ജോലി ആവശ്യത്തിനോ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ എന്താ പറയുക സാമൂഹികപരമായിട്ടൊക്കെയുള്ള നല്ലൊരു സ്റ്റാറ്റസ് കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട്
അറബ് നാടുകളിൽ നിന്ന് മറ്റുള്ള നാടുകളിലേക്ക് ഹിജറ പോയി അവിടെ താമസമാക്കി അവിടെ വെച്ചിട്ട് കൃതികളും രചനകളൊക്കെ നിർവഹിച്ച ആളുകൾക്കാണ് അദബുൽ മഹ്ജർ അല്ലെ ഉദബ ഉൽ മഹ്ജർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൽപ്പെട്ട ഒരാളാണ് ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നത്. കാരണം ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നത് സിറിയ ലുബനാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച് അവിടെ തന്നെ വളർന്ന് പിന്നെ അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് താമസം മാറിയ വ്യക്തിയാണ് ഖലീൽ ജിബ്രാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനിച്ച നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മള് എന്താ പറയാ മറ്റൊരു നാട്ടിലേക്ക് സ്വാഭാവികമായിട്ട് പോകുമ്പോൾ അത് അദബുൽ മഹജർ എന്ന് പറയും. ഓക്കെ, മൈഗ്രൻ ലിറ്ററേച്ചർ എന്ന് പറയും. അപ്പൊ ഇൻഷാല്ല നമ്മള് ഖലീൽ ജിബ്രാനെ കുറിച്ചിട്ട് നമ്മൾ തുടങ്ങും. ഹുവ കാത്തിബുൻ വ ഷാഇറുൻ വ ഫൈലസൂഫൻ വ റസ്സാമിൻ. ഒരുപാട് പ്രത്യേകങ്ങളുണ്ട്. കാത്തിബ് എന്ന് പറഞ്ഞാൽ ശരിക്കും എഴുതുന്ന ആളെന്നാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷായറും കാത്തിബും എന്ന് പറയുമ്പോൾ മക്കാലകള് റിവായകള് ഇതൊക്കെ എഴുതുന്ന കാത്തിബിനാണ് ജസ്റ്റ് നമ്മൾ എന്താ പറയാ ഇവിടെ കാത്തിബ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ കാത്തിബാണ്, ഷായിറാണ്, ഫൈലസൂഫാണ്, ഒരു ഫിലോസഫർ ആണ്, അതുപോലെ തന്നെ റസ്സാമാണ്. ഭയങ്കര നല്ല ചിത്രങ്ങളൊക്കെ വരക്കും. നല്ല ചിത്രത്തിന് അതിന്റെ പ്രത്യേക പഠനമൊക്കെ നടത്തി ഫ്രാൻസിലൊക്കെ പോയി പഠിച്ചു വന്ന ഒരു നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നത്. തഅല്ലമ ഖലീൽ ജിബ്രാൻ മബാദി അൽ ഖിറാഅ മിന ത്വബീബ് ഷാഇർ സലീം അൽ-ളാഹിർ. അപ്പൊ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ മബാദി ഉൽ ഖിറാഅ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലുള്ള പഠനം, വായിക്കാനും അക്ഷരങ്ങളൊക്കെ പഠിക്കുന്നത് അവിടെ തന്നെ ലബനാനിൽ തന്നെ പ്രസിദ്ധനായ സലീം ലോഹിർ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ്. അപ്പൊ ഓരോ വ്യക്തികളെ ജിബ്രാനുമായി ബന്ധപ്പെട്ട ഓരോ ആളുകളെ നമ്മൾ അങ്ങനെ പഠിച്ചു പോകാൻ. അപ്പൊ സലീം ലോഹിർ എന്നാണ് ആദ്യത്തെ അക്ഷരങ്ങളൊക്കെ അദ്ദേഹം പഠിക്കുന്നത്. പിന്നെ അഹമ്മി അസാത്തിഹി അൽ അബു ജർമാനുസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദ്മാരിൽപ്പെട്ട അല്ലെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകരിൽപ്പെട്ട ആളാണ് ഫാദർ ജർമാനുസ് അൽ അബ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലബനാൻ എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയുക മുസ്ലിമുകളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വിദ്യാഭ്യാസങ്ങൾ കൊടുക്കാൻ ഇവിടുത്തെ ക്രിസ്ത്യൻ ആളുകൾക്ക് പുരോഹിതന്മാർക്ക് ഭയങ്കര റോളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാദർ ജർമാനസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ജിബ്രാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകരിലുള്ള ഒരാളായിട്ടുള്ളത്. മുഹു കാമില റഹ്മ, ഇദ്ദേഹത്തിന്റെ ഉമ്മാന്റെ പേര് കാമില റഹ്മാൻ ആണ്. അബൂഹു ഖലീൽ സാദ് ജിബ്രാൻ, അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ പേര് ഖലീൽ ജിബ്രാൻ, അതായത് ഖലീൽ സാദ് ജിബ്രാൻ കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, ഉപ്പാന്റെ പേര് ഖലീൽ സാദ് ജിബ്രാൻ. സൗജു താനിലി കാമില റഹ്മ ബാദ് വഫാത്ത് സൗജിഹൽ ഔവൽ. അപ്പോ നമ്മുടെ കാമില റഹ്മ എന്ന് പറയുന്ന അതായത് കാമില റഹ്മ എന്ന് പറയുന്ന ജിബ്രാന്റെ ഉമ്മ, ആ ഉമ്മാൻ എന്താണ് രണ്ടാമത് വിവാഹം കഴിച്ചതാണ് ഇദ്ദേഹത്തിന്റെ പിതാവ്. അപ്പൊ ഇദ്ദേഹത്തിന് ഈ ഖലീൽ സാദ് ജിബ്രാൻ എന്ന് പറയുന്ന വ്യക്തി ആദ്യ വിവാഹം കഴിച്ചിരുന്നു. അതിൽ കുറച്ച് മക്കളൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഖലീൽ ജിബ്രാന്റെ ഉമ്മയാകുന്ന കാമില റഹ്മനെ വിവാഹം കഴിക്കുന്നതും അതിലെ ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന മകന് പിറക്കുന്നതൊക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഉമ്മയാകുന്ന കാമില റഹ്മന്റെ എന്താ പറയാ കാമില റഹ്മ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ രണ്ടാമത്തെ ഭാര്യയാണ്. ലഹു ഉഖ്താനി മാരിയാന വ സുൽത്താന അഖൈഹി ബത്തുറസ്. ഇവരെ സഹോദരിമാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രധാന ഘട്ടങ്ങളിലൊക്കെ ഇവരൊക്കെ വരുന്നുണ്ട്. അപ്പൊ മാരിയാന സുൽത്താന എന്ന് പറഞ്ഞ രണ്ട് സഹോദരിമാരും ബത്തറസ് എന്ന് പറയുന്ന ഒരു സഹോദരനും നമ്മുടെ ഖലീൽ ജിബ്രാൻ ഉണ്ട്. ബത്തറസ് എന്ന് പറഞ്ഞ സൗജിഹി ഉമ്മിഹിൽ ഔവൽ. അപ്പോ ഖലീൽ ജിബ്രാന്റെ അതായത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ആദ്യത്തെ ഭാര്യ ഉണ്ടാകുമല്ലോ, ആദ്യത്തെ ഭാര്യ, അതിലുണ്ടായ എന്താ പറയാ മകനാണ് ഈ ബത്രസ് എന്ന് പറയുന്നത്. വാലിദുഹു യഅമലു റാഇയൻ ലിൽ മാഷിയ ഹത്താ ഫഖദ അമലഹു ലികസറത്തി ദുയൂനിൽ മുതറാക്കിമത്തി അലൈഹി. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പണി എന്തായിരുന്നു അറിയാം? റാഇയലിൽ മാഷി, അദ്ദേഹത്തിന്റെ എന്താ ഒട്ടകങ്ങളൊക്കെ അല്ലെങ്കിൽ ആടുകളൊക്കെ മേയ്ക്കുക. അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ചെറിയ താഴ്ന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിനുണ്ടായിരുന്നത്. ഖലീൽ സാദ് ജിബ്രാൻ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ കസറത്തി ദുയൂനിൽ മുത്തറാക്കിമത്തി അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ ഒരുപാട് കടങ്ങൾ കുന്നുകൂടി അങ്ങനെ പിതാവിന്റെ ജോലി നഷ്ടപ്പെട്ടു. മാത്രമല്ല അദ്ദേഹം നല്ലോണം ആൽക്കഹോള്, അതായത് നല്ല എന്താ പറയാ മദ്യപിക്കും. അതുപോലെ തന്നെ ലാബിൽ ഖിമാർ എന്ന് പറഞ്ഞാൽ നമ്മള് ചീട്ടുകളി പോലത്തെ എന്താ പറയാ ആളുകളൊക്കെ അവിടുത്തെ നാട്ടിലെ ആളുകളൊക്കെ സ്വാഭാവികമായിട്ട് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കളി, ഒരു താഴ്ന്ന ഒരു കളിയായിരുന്നു എന്ത് ലാബുൽ ഖിമാർ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ചീട്ടുകളി എന്ന നിലയ്ക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ലാബുൽ ഖിമാർ അതുപോലെ തന്നെ ഷെർബുൽ കൊഹൂല് അതൊക്കെ മൂപ്പരെ പണി ഉണ്ടായിരുന്നത്. അങ്ങനെ മൂപ്പരെ ജോലി മൂപ്പർക്ക് 1991 നഷ്ടപ്പെട്ടു. ثم تم إلقاء القبض على والده وسجنه بتهمة الفساد المالي وتهمة مصادرة جميع ممتلكاته. അങ്ങനെ ഈ ഒരു സാമ്പത്തികമായിട്ട് കടങ്ങളൊക്കെ വന്നുകൂടി അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. മാത്രമല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. തമ്മത്ത് മുസാദറത്ത് ജമീ മുംതലിക്കാത്ത്, അങ്ങനെ അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പത്തുകളും, അദ്ദേഹത്തിന് എന്തൊക്കെ സമ്പത്തുകൾ ഉണ്ടോ
മുഴുവൻ സമ്പത്തുകളും ജപ്തി ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ 1891 നടക്കുന്നത്. ഓക്കെ. സുജിൻ അബൂഹും മിൻ 1891 ഇല 1894 1891 മുതൽ 94 വരെയുള്ള കാലം, ഏകദേശം 3 വർഷത്തോളം അദ്ദേഹത്തിന്റെ പിതാവ് ജയിലിലായിരുന്നു. وكان خليل جبران إذا 12 من عمره توجهت أمها بأولادها الأربعة إلى الولايات المتحدة الأمريكية. അതായത് ഏകദേശം എന്താ പറയാ, ഖലീൽ ജിബ്രാന് 12 വയസ്സെത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ എന്ത് ചെയ്തു, 4 മക്കളെയും കൂട്ടി, ജിബ്രാനും സഹോദരനാകുന്ന ബത്തുറസും 2 സഹോദരിമാരെയൊക്കെ കൂട്ടി ഉമ്മ എന്താവാണ്, നാട് വിടാണ്. എങ്ങോട്ട്? അമേരിക്കയിലേക്ക്. വിലായത്തിൽ മുത്തഹിദത്തിൽ അമേരിക്കയിലേക്ക് നാട് വിടാണ്. അപ്പൊ പിതാവിന്റെ മോശം ജീവിതം, അദ്ദേഹത്തിന്റെ സമ്പത്തുകളൊക്കെ എന്ത് ചെയ്തു, ജപ്തി ചെയ്തു, അദ്ദേഹം അറസ്റ്റിലായി. ഇങ്ങനൊക്കെ ആയപ്പോ തന്നെ ആ പിതാവിനെ ഉപേക്ഷിച്ച ആ ഉമ്മ എന്താണ്, കാമില റഹ്മാൻ എന്ന് പറയുന്ന സ്ത്രീ ജിബ്രാനെയും സഹോദരനെയും 2 സഹോദരികളെയും കൂട്ടി അമേരിക്കയിലേക്ക് പോകണം. ഹാജറുൽ അമേരിക്ക, അമേരിക്കയിലെ എവിടേക്കാ പോകുന്നത്? ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് പോകുന്നത്, 1895. ഇപ്പോ അമേരിക്കയിലേക്കാണ് പോയത് ഇമ്പോർട്ടന്റ് ആണ്, ആ വർഷം ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ആ സ്ഥലം, അമേരിക്കയിലെ ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയത്. അങ്ങനെ അമേരിക്കയിൽ പോയപ്പോ പിന്നെ ഇവരെ കുടുംബത്തിന്റെ പണി എന്താ? ഇൻസറഫ ബത്റസ് ഇല തിജാറ വ ജിബ്രാൻ ഇല ദിറാസത്തുൽ ഇൻജിലിസിയ വ റസ്ം. അപ്പോ ബത്തറസ് എന്ന് പറയുന്ന സഹോദരൻ നേരെ ബിസിനസ്സിലേക്ക്, അദ്ദേഹം കച്ചവടമായിട്ട് എന്താ ജോലിയായി. ഇന്ന് ജിബ്രാൻ എന്ത് ചെയ്തു, അമേരിക്കയിൽ വന്ന് അവിടെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുകയും അതുപോലെ തന്നെ ചിത്രം വര എന്ന് പറയുന്ന, എന്താ പറയാ, ചിത്രരചന എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷൻ അതും പഠിച്ചു. അങ്ങനെ 2 കലകള്, ഒന്ന് ഇംഗ്ലീഷും പഠിച്ചു, അതുപോലെ തന്നെ റസ്മ എന്ന് പറഞ്ഞ ചിത്രരചന അതും അദ്ദേഹം പഠിക്കുകയാണ് അമേരിക്കയിൽ വന്നിട്ട്. റജാ ജിബ്രൻ ലാ ബൈറൂത്ത് ബഅദ 4 അഅ്വാമിൻ ലിയദ്റസൽ അറബിയ്യ. അങ്ങനെ 1895 മുതൽ 1898 വരെ ഏകദേശം 4 വർഷം കഴിഞ്ഞപ്പോൾ ജിബ്രാൻ എന്താണ്, തന്റെ നാടാകുന്ന ബൈറൂത്തിലേക്ക്, ലബനാനിലെ ബൈറൂത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ലിയദ്റസൽ അറബിയ്യ, അറബി ഭാഷ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത് ഓർത്ത് നോക്കണം കേട്ടോ. അപ്പൊ അമേരിക്കയിലെ പോയപ്പോൾ ഇംഗ്ലീഷും അതുപോലെ തന്നെ റസ്മ എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ പഠിച്ചു. പിന്നെ 4 വർഷത്തിന് ശേഷം ബൈറൂത്തിലേക്ക്, ലബനാനിലെ തലസ്ഥാനമാകുന്ന ജന്മനാടാകുന്ന ബൈറൂത്തിലേക്ക് തിരിച്ചു വന്ന് അവിടെ നിന്ന് അറബി പഠിക്കുകയാണ്. പിന്നെ വൽതഹഖ മഅഹദിൽ ഹിക്മ വഖല 4 സനവാതി റജ ഇലാ ബൂസ്റ്റൺ 1902. അങ്ങനെ 4 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് വന്ന് പിന്നെ ഇവിടെ എന്താണ് മദ്രസത്തുൽ ഒരു ഹിക്മ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു. അവിടെ നിന്ന് പഠിച്ച് 4 വർഷം അവിടെ ചെലവഴിച്ചു. അങ്ങനെ വീണ്ടും 1902 4 വർഷത്തിന് ശേഷം ബൂസ്റ്റണിലേക്ക് തന്നെ, അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു ജിബ്രാന്. وقبل عودته بأسبوعين توفيت شقيقته سلطانة ബിസ്സല്. അങ്ങനെ അദ്ദേഹം എന്താ പറയാ 4 വർഷത്തെ പഠനമൊക്കെ പൂർത്തിയാക്കി എന്താ തന്റെ ഉമ്മാന്റെ ഒക്കെ അടുത്തേക്ക്, കുടുംബത്തിന്റെ അടുത്തേക്ക് അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നതിന് തൊട്ട് മുമ്പ് 2 ആഴ്ച മുമ്പാണ് അവരുടെ സഹോദരിയാകുന്ന സുൽത്താന എന്ന് പറയുന്ന ഒരു സഹോദരി മരണപ്പെടുന്നത്. സെല്ല് എന്ന് പറഞ്ഞ ഒരു രോഗമാണ് കേട്ടോ, ഒരു തളർവാദക്ക, ഒരു വാതരോഗമാണ് സെല്ല്. അഫിൽ ആമി താലി തൂഫിയ ബത്തുറസ് ബിൻ അഫ്സൽ മർദ്. അങ്ങനെ പിറ്റത്തെ വർഷം 1903 ആയപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ സഹോദരനാകുന്ന ബത്തറസും എന്താണ് ഇതേ അസുഖം വന്ന് ഇദ്ദേഹവും മരണപ്പെട്ടാണ്. തൂഫിയത്ത് ഉമ്മുഹു ബിസബബി സർത്തോൻ. അതിന് ഉമ്മയും സഹോദരനും പിറ്റത്തെ വർഷം. ഉമ്മ മരിക്കുന്നത് എന്താണ്? സബബ് സർത്തോൻ, ക്യാൻസർ രോഗം വന്നിട്ട് ഉമ്മ മരിക്കുന്നത്. അങ്ങനെ കുടുംബത്തിലെ എന്താ പറയുക 3 ആളുകൾ, പ്രധാനപ്പെട്ട ഉമ്മയും സഹോദരിയും ഒരു സഹോദരനും മരിക്കാണ്. പിന്നെ ബാക്കിയുള്ളത് ഏക ഒരു സഹോദരി മാത്രമാകുന്ന മാരിയാനെ ബാക്കിയാകാണ്. അവളെന്താണ് ഫഖദ് അമിലത്ത് ഫി മത്ജരിൽ ഖയ്യാത്തം. അവളെന്താണ് ഒരു വസ്ത്രങ്ങളൊക്കെ തുന്നുന്ന, ഒരു വസ്ത്രങ്ങളൊക്കെ എന്താ തുന്നുന്ന ഒരു ഷോപ്പിൽ, ഒരു കടയിൽ അവർ ജോലി എടുക്കാണ്. അപ്പൊ അവര് ജോലി ചെയ്യുന്നു, ജിബ്രാൻ തന്നെ പഠനം തുടരുന്നു. 1903 ആയപ്പോ മാതത്ത് ഉമ്മുഹു മാത അഖൂഹു നമ്മൾ പറഞ്ഞത് തന്നെ കേട്ടോ, ആ വർഷം ഓർത്ത് വെക്കാം. 1902 തിരിച്ചു വരുന്നതിന് തൊട്ട് മുമ്പ് സഹോദരി മരിച്ചു. പിറ്റത്തെ വർഷം 1903 ഉമ്മയും തന്നെ സഹോദരനാകുന്ന ബത്രസും മരിക്കാണ്. അപ്പൊ അക്കയത്ത് മാഹുഹു മാരിയാന ഫഖത്ത്. അങ്ങനെ സഹോദരിയാകുന്ന മാരിയാന മാത്രമാണ് ജിബ്രാന്റെ കൂടെ ശേഷിക്കുന്നത്, ജീവനോടെ ശേഷിക്കുന്നത്. അലമാ മാത അഖൂഹു വ മാതത് ബഅദഹു ഉമ്മുഹു استولى الحزن واليأس عليه فعبر عن ضراوة ألمه بهذه العبارة. അങ്ങനെ തന്റെ സഹോദരനും അതുകൊണ്ട് സഹോദരന് ശേഷം ഉമ്മയും മരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഭയങ്കര വിഷമവും ഭയങ്കര പ്രയാസങ്ങളൊക്കെ വന്ന് ഫഅബ്റാൻ ളറാവത്തി അലമിഹി ബിഹാദിൽ ഇബ്ര. അങ്ങനെ ആ ഒരു വിഷമം, ഉമ്മാന്റെ സഹോദരന്റെ ഒക്കെ വേർപാട് കാരണത്താൽ ആ വിഷമം തന്നെ അദ്ദേഹം അറിയിക്കുകയാണ്. അദ്ദേഹം ഏത് വാക്കുകൊണ്ട് ഫഖത്തു യൻബു അൽ ഹൻബി വറഅഫ വൽ ഗുഫ്റാനി വസ്സദർ അല്ലദി ഉസ്നിദു ഇലൈഹി റഅസി എന്നെ അനുഗ്രഹിച്ച, എന്നെ സംരക്ഷിച്ച കരങ്ങളും അതുപോലെ തന്നെ ഞാൻ എല്ലാ സമയത്തും എന്റെ തല ചായ്ക്കുന്ന ഒരു മടിത്തട്ടാകുന്ന എല്ലാ എന്റെ സ്നേഹത്തിന്റെ എല്ലാ അഭയകേന്ദ്രങ്ങളും
എനിക്ക് നശിച്ചു പോയി, അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് തന്റെ ഉമ്മാന്റെ വേർപാടിനെ കുറിച്ച് ഖലീൽ ജിബ്രാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു വാക്ക് ഓർത്ത് നോക്കുക, ഫഖത്തു യൻബു അൽ ഹബ്ബി വറഅഫത്തി വൽ ഗുഫ്റാൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഖലീൽ ജിബ്രാൻ പറഞ്ഞതാണ് എന്ന് ഓർത്ത് നോക്കാം. പറഞ്ഞ സാഹചര്യം എപ്പോഴാണ്? തന്റെ ഉമ്മയും സഹോദരനെ കുറെ സ്ഥലത്തിൽ മരിച്ചപ്പോ ആ ഒരു വിഷമം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ. അഖാമ ജിബ്രാൻ മഅറളഹുൽ ഫന്നിയിൽ അവലി റസൂമാതിഹു ഫിൽ വാഹിദ് വൽ 20 മിൻ ഉംരിഹി 1904. അങ്ങനെ ഏകദേശം 21 വയസ്സായപ്പോൾ അദ്ദേഹം ചിത്രരചന നന്നായിട്ട് പഠിച്ചിരുന്നല്ലോ. ഞാൻ തന്റെ ചിത്രങ്ങളൊക്കെ ഒരു മയറലിൽ ഒരു എക്സിബിഷനിൽ അദ്ദേഹം പ്രദർശിപ്പിക്കുകയാണ് 1904. ഏകദേശം 21 വയസ്സാണ് സമയത്ത്. 1883 ജിബ്രാൻ ജനിക്കുന്നതല്ല. അപ്പൊ 1904 ഏകദേശം 21 വയസ്സാകുമ്പോൾ ബോസ്റ്റണിൽ വെച്ച് അവിടുത്തെ ഒരു എക്സിബിഷനിൽ അദ്ദേഹം വരച്ച ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിക്കുകയാണ്. ഫി ഹാദിൽ മഅറദ് ഇൽതഖ മഅ മാരി ഹാസ്കൽ വഹിയ മുദീറത്തുൻ മുഹ്തരിമ. ഈ ഒരു എക്സിബിഷനിൽ വെച്ചിട്ട് മാരി ഹാസ്കൽ എന്ന് പറയുന്ന ഒരു നല്ലൊരു വനിത, ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയായ ഒരു വനിത ഉണ്ടായിരുന്നു. അവളെ എന്താണ് ഖലീൽ ജിബ്രാൻ പരിചയപ്പെട്ടു. ഹൈദ ഇസ്തമറത്ത് സ്വദാഖത്തുഹും അൽ ബഖിയത ഹയാത ജിബ്രാൻ. അങ്ങനെ ഈ ഒരു ബന്ധം, അതായത് മാരിയ ഹാസ്കലിന് ജിബ്രാന്റെ രചനകളൊക്കെ ഇഷ്ടപ്പെട്ടപ്പോ ഈ ഒരു ബന്ധം എന്ത് ചെയ്തു? ഖലീൽ ജിബ്രാന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രൂപത്തിൽ ഉള്ള ഒരു ബന്ധമായിട്ട് മാറി. ഫഖത്ത് ഹാസ്കൽ മബാലിഗ കബീറ ലിദഅമി ജിബ്രാൻ വഖാമത്ത് ബിതഹ്രീർ ജമീഇ കിതാബാതിഹിൽ ഇൻജിലീസിയ്യ. അപ്പൊ ഈ മാരിയ ഹാസ്കൽ ഏതൊക്കെ നിലക്കാണ് ജിബ്രാൻ സപ്പോർട്ട് ചെയ്തത്? ജിബ്രാന് ഇനി ബാക്കിയുള്ള പഠനങ്ങളൊക്കെ ചിത്രരചന പഠിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെലവ് വേണം, അങ്ങനെ ജിബ്രാൻ ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും അവർ വാഗ്ദാനം ചെയ്തു. വഖാമത്ത് ബിതഹ്രീർ ജമീഇ കിതാബാതിൽ ഇൻജിലീസിയ്യ. മാത്രമല്ല ഖലീൽ ജിബ്രാൻ ഇംഗ്ലീഷ് ഭാഷയിൽ ഏതൊക്കെ കിതാബുകൾ എഴുതിയോ, അതായത് ജിബ്രാൻ ഇംഗ്ലീഷ് ഭാഷയിൽ ഏതൊക്കെ കിതാബാത്തുകൾ എഴുതിയോ ആ കിതാബുകളൊക്കെ തഹരീർ ചെയ്യുക, അതൊക്കെ എഡിറ്റ് ചെയ്യുന്ന ജോലിയും മാരിയ ഹാസ്കൽ ഏറ്റെടുക്കുകയാണ്. അപ്പൊ മാരിയ ഹാസ്കൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയും ജിബ്രാന് ഒരുപാട് നിലയ്ക്ക് കിതാബുകൾ എഡിറ്റ് ചെയ്യാനും, പിന്നെ ജിബ്രാന് ബാക്കിയുള്ള സാമ്പത്തികമായിട്ട് എന്തൊക്കെ സപ്പോർട്ടുകൾ ആവശ്യമുണ്ടോ ഇതൊക്കെ ഈ മാരിയ ഹാസ്കൽ എന്ന് പറയുന്ന വനിത അവർക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യാണ്. പാരിസ്. അങ്ങനെ ഈ ഒരു മാരിയ ഹാസ്കൽ ഇങ്ങനെ എല്ലാ ചിലവും വഹിച്ചോളാം, നിങ്ങൾ പാരീസിൽ പോയിട്ട് ഇനിയും ചിത്രരചന പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ജിബ്രാൻ എന്നാണ് പാരീസിലേക്ക് 1908 പോകുന്നത്. അപ്പോ ഇവര് പോകുന്നതും ഓരോ സ്ഥലത്തേക്ക് പോകുന്ന വർഷവും പോകുന്ന ലക്ഷ്യവും ഇതിനെ കൊണ്ട് നിർബന്ധമായിട്ട് ഓർത്ത് വെക്കാം. അങ്ങനെ അദ്ദേഹം 1908 പാരീസിലേക്ക് പോയി ഫന്ന റസ്മിൽ നല്ല തഖസ്സുസിന് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അവിടെ വെച്ചിട്ട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രരചനക്കാരനായ റോഡാൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റിനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൽ നിന്നാണ് ചിത്രരചന പഠിക്കുന്നത്. അങ്ങനെ ഇവിടെ വെച്ചിട്ട് പാരീസിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ് യൂസഫ് ഹവൈക്ക് എന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ അങ്ങനെ ഫ്രാൻസിൽ ചെലവഴിച്ചത് 3 വർഷമാണ്. 3 വർഷം പാരീസിൽ ചെലവഴിച്ച് ചിത്രരചന ഒക്കെ പഠിച്ച് 3 വർഷത്തിന് ശേഷം അദ്ദേഹം ബോസ്റ്റണിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. റഹല ജിബ്രാൻ ബിൻ ബോസ്റ്റൺ ഇല ന്യൂയോർക്ക് അല ദഅവതി അമീൻ റൈഹാനി. അങ്ങനെ 1911 ആയപ്പോൾ അദ്ദേഹം ബോസ്റ്റണിലേക്ക് തന്നെ തിരിച്ചു വന്നു, അമേരിക്കയിലെ ബോസ്റ്റണിലേക്ക്. പിന്നെ ബോസ്റ്റണിൽ നിന്ന് പിന്നെ ന്യൂയോർക്കിലേക്കാണ് ജിബ്രാൻ താമസം മാറുന്നത്. അങ്ങനെ ന്യൂയോർക്കിലേക്ക് ജിബ്രാനെ ക്ഷണിക്കുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാകുന്ന അമീൻ റൈഹാനിയാണ്. 1912 ബോസ്റ്റണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോയി. മുഹമ്മിൻ ഉദ്ദബ ഇൽ മഹജർ. ഈ അമീൻ റൈഹാനി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു മഹജരിയായ ഒരു സാഹിത്യകാരനാണ്. അസസർ റാബിത്തുൽ ഖലമിയ ഫി ന്യൂയോർക്ക് 1920 സോറ അമീദല്ല. അങ്ങനെ 1912 മുതൽ പിന്നെ ശേഷിക്കുന്ന കാലത്തോളം ജിബ്രാൻ ചെലവഴിച്ചത് ന്യൂയോർക്കിലാണ്. അങ്ങനെ ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ തലസ്ഥാനമാണ്. ഏകദേശം ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ വെച്ച് സാഹിത്യകാരന്മാരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് 1920 റാബിത്തുൽ ഖലമിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ഒരു മദ്രസ, ഒരു സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ അവർ സ്ഥാപിക്കുകയാണ്. ഒരു സംഘടന, സാഹിത്യകാരന്മാരുടെ ഒരു കൂട്ടായ്മ സ്ഥാപിച്ചു, സോറ അമീദല്ല. മാത്രമല്ല ഖലീൽ ജിബ്രാൻ അതിന്റെ ചെയർമാൻ, അതിന്റെ പ്രസിഡന്റ് ഒക്കെ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അമീദായി മാറുകയും ചെയ്തു. امتاز أسلوبه بالرومانسية ويعتبر من رموز عصر نهضة الأدب العربي الحديث وخاصة في الشعر النثري. അങ്ങനെ ഇദ്ദേഹം ജിബ്രാൻ ഏറ്റവും പ്രസിദ്ധമാകുന്നത് ഉസ്ലൂബ് ബിൽ റൊമാൻസ്, അദ്ദേഹത്തിന്റെ റൊമാൻസി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ശൈലി. അപ്പൊ അദ്ദേഹം റൊമാൻസിയൻ സാഹിത്യകാരന്മാരുടേതാണ്. അദബിൽ ഹദീസ്, ആധുനിക കാലത്തെ അറബ് സാഹിത്യത്തിന്റെ വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐക്കണായിട്ട് പരിചയപ്പെടുന്നതും ഖലീൽ ജിബ്രാനാണ്. അപ്പൊ ഹാസത്തൻ ഫി ഷെയറിൻ നസരി, ഷെയറുൻ നസരി എന്ന് പറയുന്ന അതുപോലെ നെസർ രൂപത്തിലുള്ള ഷെയർ, അതായത് നമ്മള് വസനും കാഫിയൊന്നും ഇല്ലാത്ത നമ്മൾ ഗദ്യ രൂപത്തിലുള്ള പദ്യങ്ങൾ ഉണ്ടാവും. അറബ് സാഹിത്യത്തിൽ പുതിയതായിട്ട് വന്ന സംഭവമാണ്.
അപ്പൊ അതിന്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കൺ ആയിട്ട് അറിയപ്പെടുന്നത് ഖലീൽ ജിബ്രാനാണ്. തൂഫിയ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഫി ന്യൂയോർക്ക് ബിസബബി മർസിൽ തലീഫിൽ കബിദ്. അദ്ദേഹത്തിന് ഈ തളർവാദവും അതുപോലെ തന്നെ കബിദ്, അതായത് കിഡ്നി, എന്താ പറയാ, കിഡ്നി അല്ലെങ്കിൽ കരൾ സംബന്ധമായിട്ടുള്ള ഒരു രോഗം ബാധിച്ചിട്ട് അങ്ങനെയാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ന്യൂയോർക്കിൽ മരണപ്പെട്ടു. ഒക്കെ തമന്ന ജുബ്രാൻ അയ്യുദുഫന ലുബ്നാൻ. അങ്ങനെ അദ്ദേഹം അമേരിക്കയിലെ മരണപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന് ആഗ്രഹം എന്തായിരുന്നു? തന്നെ ലബനാനിലേക്ക്, അവിടെ ലബനാനിലേക്ക്, തന്നെ ജന്മനാടാകുന്ന ലബനാനിൽ തന്നെ മറവ് ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. തഹഖഖത് അംനിയതുഹു ഫി ആമി 1932. അങ്ങനെ 31-ൽ മരിച്ച് 32ആയപ്പോ അദ്ദേഹത്തെ മറവ് ചെയ്തിരുന്നില്ല. അങ്ങനെ 32ആയപ്പോ അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലീകരിച്ചു. ഹൈസു നുഖില റഫാത്തുഹ ഇലൈഹ. അദ്ദേഹത്തിന്റെ ശവശരീരം അങ്ങനെ ബെയ്റൂത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി. വദുഫിന ഹുനാക ഫീമാ യുറഫു അൻ ബിസ്മി മത്ഹഫ് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. ഇപ്പോഴും ലബനാനിലെ ബെയ്റൂത്തിലെ പ്രസിദ്ധമായ ഒരു ഇതാണ് മത്ഹഫ് ജിബ്രാൻ അതായത് ഖലീൽ ജിബ്രാൻ ലൈബ്രറി. മത്ഹഫ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ, പഴയ പുരാതന വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അങ്ങനെ ആ രൂപത്തിൽ മത്തഹഫ് എന്ന് പറയുന്നത്, മത്തഹഫ് ജിബ്ര എന്ന പ്രസിദ്ധമായ ആ ഒരു സ്ഥലത്താണ് ഖലീൽ ജിബ്രാന്റെ ശവശരീരം ഇപ്പോഴുള്ളത്, മറവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം അമേരിക്കയിലാണ് മരിച്ചതുണ്ടെങ്കിലും അദ്ദേഹത്തെ മറവ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ജന്മനാടാകുന്ന ലബനാനിലെ ബൈറൂത്തിൽ തന്നെയാണ്. ദഖല ജിബ്രാൻ ഫിൽ ഇൻഷാഇ വറസ്മി വഹുവ ഫിൽ 20. അദ്ദേഹം രചനകളൊക്കെ എഴുതാനും അതുപോലെ തന്നെ അദ്ദേഹം ചിത്രം വരക്കാനൊക്കെ ആദ്യമായിട്ട് തുടങ്ങുന്നത് 20-ാമത്തെ വയസ്സിലാണ്. ظهر أول مقال لجبران عنوانه الرؤية في جريدة المهاجر لأمين الغريب. അദ്ദേഹത്തിന്റെ ആദ്യത്തെ മക്കാല. അപ്പൊ ഇനി നമ്മൾ ജിബ്രാന്റെ ഏകദേശം ജീവിതം, അദ്ദേഹം പഠിച്ചു വന്ന സാഹചര്യങ്ങൾ, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഖലീൽ ജിബ്രാന്റെ ആദ്യത്തെ രചനകൾ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ആദ്യത്തെ ഒരു മക്കാല ഇന്ന് റുഇയ എന്ന പേരിലുള്ള ഒരു മക്കാല എഴുതി. അൽ മഹാജിർ എന്ന് പറയുന്ന പത്രത്തിലാണ് എഴുതുന്നത്. അമീൻ അൽ ഖരീബ് എന്ന് പറയുന്ന വ്യക്തിയുടെ അമീൻ അൽ ഖരീബ് എന്ന് പറയുന്ന വ്യക്തിയുടെ അൽ മഹാജിർ എന്ന് പറയുന്ന ഒരു പത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ മക്കാല പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ മക്കാലിന്റെ പേര് റുഇയ എന്നാണ്. കാനഫി മത്തലൈ സനത്ത് 1904. 1904-ന്റെ തുടക്ക വർഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. نشر جبران سلسلة مقالات وجدانية في المهاجر تحت عنوان رسائل النار وظهر معلمها فيما بعد في دمعة وابتسامة. അങ്ങനെ ഇദ്ദേഹം എന്താണ് അൽ മഹാജിർ എന്ന് പറഞ്ഞ ഈ ജരീദയിൽ അദ്ദേഹം ആദ്യത്തെ 1905 1904 ആദ്യത്തെ മക്കാല പബ്ലിഷ് ചെയ്തു. അതിനുശേഷം തുടർച്ചയായി സിൽസില, അതായത് സീരിയലായിട്ട് എന്താ പറയാ, തുടർച്ചയായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു സീരീസ് ആയിട്ട് തന്നെ തുടർന്നു കൊണ്ടേ പോകുന്നു. തഹ്ത ഉൻവാൻ റസാഇലുന്നാർ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിന് കീഴിലായിട്ട് അദ്ദേഹം ഒരുപാട് മക്കാലാത്തുകൾ തുടർച്ചയായിട്ട് എഴുതി. അങ്ങനെ ജിബ്രാന്റെ ഏറ്റവും പ്രസിദ്ധമായ കിതാബാണ് ദുംആ വബ്തിസാമ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ദുംആ വബ്തിസാമ എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം തുടക്കകാലത്ത് ഈ അൽ മഹാജിർ എന്ന് പറഞ്ഞ പത്രത്തിൽ എഴുതിക്കൊണ്ടിരുന്ന മക്കാലാത്തുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് രചിച്ചൊരു കിതാബാണ് ദുംആ വബ്തിസാമ എന്ന് പറയുന്നത്. വഫി ഹുസ്നി മൗതി ആയിലതിഹി അല്ലഫ കിതാബഹുൽ അൽ ബാഖൂറത്തുൽ മൂസീഖ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കിതാബായിട്ട് അറിയപ്പെടുന്നത് അൽ മൂസീഖയാണ് കേട്ടോ. അപ്പോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ മക്കാലിന്റെ പേര് റുഇയ എന്നുള്ളതാണ്. ആദ്യത്തെ കിതാബ്, ആദ്യത്തെ ഒരു പരിപൂർണമായ പുസ്തകം എന്ന് പറയുന്നത് എന്താണ്? മൂസീഖ എന്ന് പറയുന്ന 1905 എഴുതിയ ഒരു കിതാബാണ്. അത് അറബ് ഭാഷയിലായിരുന്നു. ബദല ജുഹദഹു ഫി തഅലീഫി റസ്മി വകിതാബാത്തിൽ മഖാലത്തി വരിവായത്തി വശഇരി വൽ ഖസ. അപ്പൊ അദ്ദേഹത്തിന്റെ മുഴുവൻ അധ്വാനങ്ങളിൽ, മുഴുവൻ ശ്രമങ്ങൾ എന്തിലായിരുന്നു? ഓരോ ചിത്രങ്ങൾ വരയ്ക്കുക, അതുപോലെ തന്നെ മക്കാലാത്തുകൾ എഴുതുക, റിവായകൾ എഴുതുക, ഷെയർ രചിക്കുക, ഖസസുകൾ ഉണ്ടാക്കുക. അങ്ങനെ പൂർണ്ണമായിട്ടും ഒരു സാഹിത്യ രൂപത്തിലുള്ള ഒരു ജീവിതമായിരുന്നു ഖലീൽ ജിബ്രാന്റെ ജീവിതം പരിപൂർണമായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഖലീൽ ജിബ്രാന്റെ ജീവിതത്തെ നമുക്ക് രണ്ട് മർഹലകളായിട്ട്, രണ്ട് ഘട്ടങ്ങളായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് അൽ മർഹലത്തുൽ ഊല. ആദ്യത്തെ ഘട്ടം വരുന്നത് 1905 മുതൽ 1918 വരെയുള്ള ഫസ്റ്റത്തെ ഘട്ടം. കത്തബ ഫിഹ ഫിൽ ലുഗത്തിൽ അറബിയത്തി ഫഖത്ത്. ഈ ഒരു 13 വർഷക്കാലം 1905 മുതൽ 1905 എഴുതിയ ആദ്യത്തെ കിതാബാണ് അൽ മൂസീഖ. ആ കിതാബ് മുതൽ 1918 വരെ അദ്ദേഹത്തിന്റെ കിതാബാത്ത് മുഴുവനും ഈ ഒന്നാം ഘട്ടത്തിലെ അറബ് ഭാഷയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അൽ മർഹലത്ത് ഥാനി. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 1918 മുതൽ അദ്ദേഹം മരിക്കുന്ന 1931 വരെയുള്ള കാലഘട്ടമാണ്. അക്സറുഹ ഫിൽ ലുഗത്തിൽ ഇൻജിലിസിയ. ഈ ഘട്ടത്തിൽ അറബിയിലും ഇംഗ്ലീഷിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷെ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ള കിതാബുകൾ നടന്നത് ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. ഹംസത്ത് കുത്തുബൻ ഫിൽ മർഹലത്തുൽ ഊല. അങ്ങനെ ഇനി ആദ്യത്തെ ഘട്ടത്തിലെ 5 കിതാബുകൾ, അതായത് അറബ് ഭാഷയിൽ മാത്രം എഴുതി 1905 മുതൽ 1918 വരെയുള്ള ഒന്നാം ഘട്ടത്തിൽ അദ്ദേഹം 5 കിതാബുകൾ എഴുതിയിട്ടുണ്ട്. മുഴുവൻ അറബ് ഭാഷയിലാണ്. അത് ഒന്ന് അൽ മൂസീഖ എന്ന് പറയുന്ന കിതാബ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ അമൽ 1905. രണ്ടാമത്തേത് അറാഇസുൽ മുറൂജ് എന്ന് പറയുന്ന കിതാബ്. അപ്പൊ ഓരോ കിതാബിൽ എന്താ പറയുന്നത്? അറാഇസുൽ മുറൂജ് എന്ന മജ്മുഅത്തുൽ ഖസസ്, ഒരുപാട് പ്രധാനപ്പെട്ട 3 ഖിസ്സകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള എന്താ കഥാസമാഹാരമാണ്.
ഓക്കെ, മജ്മുഅത്തുൽ ഖിസ്സ 1906 അത് എഴുതുന്നത്. ഈ അറായിസുൽ മുറൂജ് എന്ന് പറയുന്ന കിതാബിന്റെ കീഴിൽ വരുന്ന 3 കഥകൾ, 3 ഖിസ്സകൾ ഏതൊക്കെയാണ്? ഇന്ന് റമാദുൽ അജ്ജൽ വന്നാറുൽ ഖാലിദ എന്ന് പറയുന്ന ഖിസ്സ, മറത്തൽ ബാനിയ, അതുപോലെ തന്നെ യോഹന്ന അൽ മജ്നൂൻ എന്ന് പറയുന്ന ഈ 3 ഖിസ്സകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള കിതാബാണ് അറായിസുൽ മുറൂജ്. ഇതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കിതാബ്. മൂന്നാമത്തെ കിതാബ് അൽ അർവാഹിൽ മുത്തമരീദ. അർവാഹിൽ മുത്തമരീദയിലും പറയുന്നത് മജ്മുഅത്തുൽ ഖിസസ് ആട്ടോ. ഒരുപാട് 4 ഖിസസുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു മജ്മുഅത്താണ് അർവാഹിൽ മുത്തമരീദ. ഇതിൽ ഉൾക്കൊള്ളുന്ന 4 കിതാബ് ഖിസസുകൾ ഏതൊക്കെയാണ്? ഒന്ന് അസ്-സയ്യിദ വർദത്തുൽ ഹാനി, സറാഹുൽ ഖുബൂർ, മൽജഉൽ അറൂസ്, ഖലീലുൽ കാഫിർ. അങ്ങനെ 4 ഖിസസുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള മജ്മുഅത്തുൽ ഖിസസ് ആണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഗ്രന്ഥമാകുന്ന അർവാഹിൽ മുത്തമരീദ എന്ന് പറയുന്ന കിതാബ്. പിന്നെ അടുത്തായിട്ട് എഴുതിയത് അജ്നിഹത്തുൽ മുത്തകസ്സിറ. അത് 1912 റിവായത്തുൽ മഷ്ഹൂറ ഫി ഹുബ്ബി സൽമാ കറാമ. സൽമാ കറാമ എന്ന് പറയുന്ന സ്ത്രീയെ ഖലീൽ ജിബ്രാൻ എന്നിട്ട് സ്നേഹിച്ച് അങ്ങനെ എന്റെ ഹബീബത്താകുന്ന സൽമാ കറാമനുമായുള്ള ബന്ധത്തെ കുറിച്ച് ഒരു റിവായ എഴുതിയതാണ് അജ്നിഹത്തുൽ മുത്തകസ്സിറ. അപ്പൊ ഇത് റിവായാണ് കേട്ടോ. ഇതിന് പറഞ്ഞ 2 മജ്മുഅത്തുൽ ഖിസസ് ആണ്. 4മത്തെ അജ്നിഹത്തുൽ മുത്തകസ്സിറ എന്ന് പറഞ്ഞ റിവായാണ് 1912. അതിനുശേഷം വന്നാണ് ദുംആ ഇബ്തിസാമ എന്ന് പറയുന്ന കിതാബ്. അതെന്താണ്? മജ്മുഅത്തു മിനൽ മഖാലാത്ത്. നമ്മൾ പറഞ്ഞല്ലോ അൽ മഹാജിർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ, ഒരു ജരീദയിൽ, ഒരു പത്രത്തിൽ അദ്ദേഹം ഓരോ ദിവസവും ഒരു സിൽസിലകളായിട്ട്, എന്താ പറയാ, പരമ്പരകളായിട്ട് അദ്ദേഹം എഴുതി വന്ന മഖാലത്തുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയുള്ള ഗ്രന്ഥമാണ് ദുംആ ഇബ്തിസാമ. അങ്ങനെ ഈ 5 കിതാബുകളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം ഘട്ടത്തിൽ വന്ന കിതാബുകൾ. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മർഹലത്തു സാനിയ. രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ 1918 മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെയുള്ള ഘട്ടം, 1931 വരെയുള്ള ഘട്ടമാണ്. അതിൽ അറബിയിലും ഇംഗ്ലീഷിലും മിക്സഡ് ആണ്. എന്നാൽ അക്സറുഹാ ഫിൽ ലുഗത്തിൽ അൻജലീസിയ, എന്നാൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ആ രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കിതാബുകൾ നമുക്ക് നോക്കാം. ഒന്ന് അൽ മജ്നൂൻ, 1918 എഴുതിയ, ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ അൽ മജ്നൂൻ എന്ന കിതാബ്. അതുപോലെ തന്നെ അൽ മവാക്കിബ്, ഇത് ഖസീദ 1919 എഴുതിയതാണ്. അൽ അവാസിഫ് എന്ന് പറയുന്ന മജ്മുഅത്തു മിനൽ മഖാലാത്ത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഷെയറും നെസറുകളൊക്കെ ഉണ്ട് കേട്ടോ, മിക്സഡ് ആണ്. പിന്നെ അസ്സാബിഖ് 1920 എഴുതിയ. പിന്നെ അൻ നബി എന്ന് പറഞ്ഞ അഹമ്മ കിതാബി ഫി ലുഗത്തിൽ ഇൻജിലിസിയ, ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹം ജിബ്രാൻ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കിതാബാണ് അൻ നബി എന്ന് പറയുന്നത്. മലയാളത്തിലേക്കും ലോകത്ത് 20ഓളം ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കിതാബാണ് അൻ നബി എന്ന് പറയുന്നത്. 1923 ഇത് രചിക്കുന്നത്. 1923 മറ്റൊരു കിതാബാണ് അൽ ബദാഇ വത്തുറാഇഫ്. പിന്നെ റമൽ വസബദ് 1926. പിന്നെ യസൂഖ് ഇബ്നുൽ ഇൻസാൻ എന്നാണ് 1928. ആലിഹത്തുൽ അർദ് എന്ന 1931. അപ്പോ ജിബ്രാന്റെ കിതാബുകൾ ഇമ്പോർട്ടന്റ് ആണ്. കിതാബിൽ എന്താണ് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അത് അറബിയിലാണോ ഇംഗ്ലീഷിലാണോ എന്നുള്ളത് നോക്കണം. പിന്നെ അതേപോലെ തന്നെ കിതാബിന്റെ വർഷം. ഓക്കെ, ചിലപ്പോ 4-5 കിതാബുകൾ എന്നിട്ട് ഇത് പബ്ലിഷ് ചെയ്ത വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ തെർത്തീബാക്കാനൊക്കെ പറയും. തെർത്തീബുൻ സമനീയ, ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് തെർത്തീബാക്കാനൊക്കെ പറയും. അപ്പൊ അങ്ങനത്തെ എത്ര ഇമ്പോർട്ടന്റ് ആയ വ്യക്തിയാണ് ജിബ്രാൻ എന്ന് പറയാം. അപ്പൊ ജിബ്രാന്റെ കിതാബുകൾ പഠിക്കുന്ന കൂടെ തന്നെ ഇതേ തെർത്തീബിൽ, ഇതേ ഓർഡറിൽ തന്നെ പഠിച്ചാൽ സൗകര്യമാവും. ഓക്കെ, പിന്നെ അദ്ദേഹം 1931 അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അവസാനമായിട്ട് പബ്ലിഷ് ചെയ്ത ആലിഹത്തുൽ അർള് 1931 പബ്ലിഷ് ചെയ്ത കിതാബാണ്. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ കുറച്ച് കിതാബുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അത്താഅഹ് എന്ന് പറഞ്ഞ 1932 പബ്ലിഷ് ചെയ്ത കിതാബ്. അതുപോലെ തന്നെ ഹദീഖത്തുൻ നബി 1933 അത് പബ്ലിഷ് ചെയ്യുന്നത്. كانت له عاشقة باسم مي زيادة التي لم يرها أبدا في حياته واتصل برسالات حتى وفاته. അപ്പൊ അത്താഅഹ് ഹദീഖത്തുൻ നബി എന്ന 2 കിതാബ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പബ്ലിഷ് ചെയ്തു. ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹത്തിന് ഒരു ആശിഖത്ത്, അദ്ദേഹത്തിന് ഒരു ഹബീബത്ത് ഉണ്ടായിരുന്നു. അവരുടെ പേര് മൈ സിയാദ എന്നാണ്. പക്ഷെ ഈ മൈ സിയാദിന്റെ പ്രത്യേകത എന്താണ്? ഇതുവരെ രണ്ടുപേരും ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടില്ല. ഒത്തസലാബി റിസാലത്തി ഹത്താഫത്തി. പക്ഷെ ജിബ്രാൻ എന്താവും, ഈ മീസിയാദിനെ എപ്പോഴും ബന്ധപ്പെടും. അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ എഴുതിയിട്ട്, ഇവള് ഇംഗ്ലണ്ടിലുള്ള ഒരു സ്ത്രീയാണ്, ജിബ്രാൻ ആണെങ്കിൽ അമേരിക്കയിലാണ്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കത്തുകൾ എഴുതി കൈമാറ്റം ചെയ്ത് അങ്ങനെ ഭയങ്കര ബന്ധമായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ മീസിയാദ എന്ന് പറഞ്ഞ ഒരു പേര് ഓർത്ത് വെക്കാം. അശ്ശാലത്തു സറഖ മജ്മുഅത്തു റിസാലാത്തിൽ അത്തബിയ ഇലാ മിസിയാദ്. ഈ മിസിയാദ് എന്ന് പറഞ്ഞ സ്ത്രീയിലേക്ക്, എന്റെ ഹബീബത്തിലേക്ക് ജിബ്രാൻ എഴുതിയ ഒരുപാട് റിസാലത്തുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് രചിച്ചൊരു എന്താ പറയാ മജ്മുഅത്താണ് അശ്ശാലത്തു സറഖ എന്ന് പറഞ്ഞ കിതാബ്. ഇത് ജിബ്രാൻ തന്നെ ഉണ്ടാവും. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഖലീൽ ജിബ്രാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ എന്താ, അദ്ദേഹം ലുബനാനിലേക്കും അമേരിക്കയിലേക്കും പാരീസിലേക്കും അങ്ങനെ വ്യത്യസ്ത നാടുകളിലേക്കും മാറി അവസാനം ന്യൂയോർക്കിലേക്ക് തിരിച്ചെത്തി. പിന്നെ ന്യൂയോർക്കിലേക്ക് എത്തിയ ശേഷം അവിടെ വന്ന് ബന്ധപ്പെട്ട ആളുകളെ, അവിടെ നിന്ന് പരിചയപ്പെട്ട ആളുകളെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി പിന്നെ അതിനുശേഷം നമ്മൾ ഖലീൽ ജിബ്രാന്റെ കിതാബുകളെ, അദ്ദേഹത്തിന്റെ 2 ഘട്ടങ്ങളെ, ആദ്യത്തെ ഘട്ടത്തിൽ പൂർണ്ണമായിട്ട് അറബ് ഭാഷയിലായിരുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ കൂടുതലും അറബിയിലും ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നെങ്കിലും കൂടുതലും ഇംഗ്ലീഷ് ഭാഷയിലാണ്. പിന്നെ മരണത്തിന് ശേഷം പബ്ലിഷ് ചെയ്ത 2 കിതാബുകൾ.
അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഖലീൽ ജിബ്രാനെ കുറിച്ച് ഡീറ്റെയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. ഇതല്ലാത്തത് ഇനിയിപ്പോ വിക്കിപീഡിയ അതുപോലെ തന്നെ അൽ മാരിഫ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഒക്കെ പരിശോധിച്ചാൽ ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പൊ നമ്മള് ഇതിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മുഴുവനും ഹന്ന ഫാഖുരി എന്നുള്ളതാണ്. ഹന്ന ഫാഖുരി ഹദീസ് എന്ന് പറയുന്ന ഹന്ന ഫാഖുരി താരിഖുൽ അദബുൽ അറബി എന്ന് പറയുന്ന കിതാബിലെ ജിബ്രാനെ കുറിച്ചുള്ള പാർട്ടുകളാണ് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈലിയ അബു മാലിക്. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ കഴിഞ്ഞാല് അദബുൽ മഹജറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ജിബ്രാൻ തന്നെയാണ്. എന്നാൽ ജിബ്രാൻ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ക്വസ്റ്റ്യനുകളൊക്കെ വന്ന് പരിചയിച്ച് അല്ലെങ്കിൽ കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരാളാണ് ഈലിയ അബു മാലിക്. ഷായറുൽ മഹജർ അല്ലെങ്കിൽ ഷായറു തഫാഉല് എന്നൊക്കെ പേര് ഒരുപാട് സ്ഥാനപ്പേരുകൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈലിയ അബു മാലിക്. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇദ്ദേഹത്തെ കുറിച്ച് കൂടെ നമുക്ക് പരിശോധിക്കാം. ഈലിയ അബു മാലിക് ഫി ഖറയത്തിൽ മുഹൈദിസ ഫി ലിബ്നാൻ സനത 1890. അപ്പോ ലുബ്നാനിലെ ജിബ്രാൻ ലുബ്നാനിലാണ് ഈലിയ അബു മാലിക് അതേപോലെ തന്നെ ലുബ്നാനിലെ ജനിക്കുന്നുണ്ട്. ലുബ്നാനിലെ മുഹൈദിസ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ജനിക്കുന്നത് 1890. നശഅഫി ആയിലത്തി ബസീതത്തിൽ ഹാൽ, വളരെ നിസ്സാരമായ അല്ലെങ്കിൽ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് നമ്മുടെ ഈലിയ അബു മാലിക് വളരുന്നത്. ഈലിയ അബു മാലിക് അതുകൊണ്ട് തന്നെ വളരെ താഴ്ന്ന ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ തന്റെ നാട്ടിൽ വെച്ചിട്ട് തന്റെ പ്രൈമറി എഡ്യൂക്കേഷൻ അടിസ്ഥാന വിദ്യാഭ്യാസം അല്ലാത്ത വലിയ വിദ്യാഭ്യാസങ്ങളൊന്നും പഠിക്കാൻ അല്ലെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യം ഈലിയ അബു മാലിക് കിട്ടിയില്ല. പിന്നെ റഹലൽ ഇസ്കന്ദരിയ ഫി മിസർ 1902. അങ്ങനെ ഈജിപ്തിലെ മിസറിലെ ഇസ്കന്ദരിയ എന്ന് പറയുന്ന അലക്സാണ്ട്രിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം 1902 ഏകദേശം 12 വയസ്സുള്ള അവസരത്തിൽ അങ്ങോട്ട് പോകുന്നുണ്ട് ഇസ്കന്ദരിയയിലേക്ക്. അങ്ങനെ എന്തിനാ പോകുന്നത്? എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, സമ്പത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ അദ്ദേഹത്തിന്റെ ഒരു പിതൃ സഹോദരൻ എന്താ പറയാ അവിടെ സിഗരറ്റുകളൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു എളാപ്പ പിതൃ സഹോദരൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അബു മാലിക് പക്ഷെ ഈലിയ അബു മാലിക് എന്ന് പറഞ്ഞത് പഠിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള അങ്ങനത്തെ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പണി എന്താണ്, പകല് മുഴുവനും തന്റെ എന്താ പറയാ അമ്മിന്റെ കൂടെ, തന്റെ എളാപ്പയുടെ കൂടെ, തന്റെ പിതൃ സഹോദരന്റെ കൂടെ ജോലി ചെയ്യും. ജോലി ചെയ്ത് സമ്പാദ്യങ്ങളൊക്കെ കണ്ടെത്തും. എന്നാൽ രാത്രി സമയം വെറുതെ ഇരിക്കാണ്ട് അറബ് ഭാഷയുടെ നിയമങ്ങൾ, നെഹവ്, സർഫ് കാര്യങ്ങളൊക്കെ എന്താകും പഠിക്കുകയും ചെയ്യും രാത്രി സമയത്ത്. അപ്പൊ രാത്രിയും പകലൊക്കെ ഒരേ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് എന്താണ് അമീൻ തഖിയുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ മജലത്ത് സുഹൂർ, അസുഹൂർ എന്ന് പറയുന്ന മജല്ല ഈ ഇംഗ്ലണ്ടിലെ ഈജിപ്തിലെ പബ്ലിഷ് ചെയ്തിരുന്ന ഒരു മജല്ലായിരുന്നു മജലത്ത് സുഹൂർ. ഈ മജലത്ത് സുഹൂറിലാണ് അദ്ദേഹം ആദ്യമായിട്ട് കവിതകളൊക്കെ എഴുതാൻ തുടങ്ങുന്നത്. ജമാ ഹാദിൽ അഷ്ആർ ബിസ്മി തദ്കിറത്തുൽ മാലിഫി എന്താ പറയാ 22ാമത്തെ വയസ്സാകുമ്പോഴേക്ക് ഈ ഷീറുകളൊക്കെ അദ്ദേഹം ഒരുപാട് ഷീറുകൾ ഇങ്ങനെ എഴുതി കൊടുക്കും. അങ്ങനെ ഈ ഷീറുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കിതാബ്, ആദ്യത്തെ ദീവാൻ എന്ന കവിതാ സമാഹാരം തിദ്കാറുൽ മാലി എന്ന പേരിൽ വെറും 22 വയസ്സായ സമയത്ത് 1911 ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹുവ ദീവാനുൽ അവൽ സദറ സനത്ത് 1911. അപ്പൊ തിദ്കാറുൽ മാലി എന്ന് പറയുന്നത് ഇദ്ദേഹം ചെറുപ്പകാലത്ത് മജലത്തു സുഹൂറിൽ നിരന്തരം എഴുതിക്കൊണ്ടിരുന്ന ആ ഷീറുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു കവിതാ സമാഹാരമാണ് എന്ത് തിദ്കാറുൽ മാലി. 22ാമത്തെ വയസ്സിലാണ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 1911 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഹാസറിൽ അമേരിക്ക ഷിമാലി 1910. അപ്പൊ 1911 അദ്ദേഹം അലക്സാണ്ട്രിയയിലുള്ള, അപ്പോൾ മിസറിലുള്ള അവസരത്തിലാണ് പബ്ലിഷ് ചെയ്ത്. പിറ്റത്തെ വർഷം 1912 ആക്കുമ്പോഴേക്ക് അദ്ദേഹം എന്താണ് നോർത്ത് അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ അതായത് അമേരിക്കയിലേക്ക് അദ്ദേഹം ഹിജ്റ പോകുകയാണ്. അവിടുന്ന് ഈജിപ്തിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുകയാണ്. സഖറഫി മദീനത്തി സൻസനാത്തി ഇലാ ജാനിബി അഖീഹി മുറാദ് യഅമലു ഫി തിജാറത്തി വഖാമ ഹുനാക 4 സന. അങ്ങനെ സിൻസനാത്തി, അപ്പൊ അദ്ദേഹം അമേരിക്കയിലെ എവിടേക്കാ പോകുന്നത്? സിൻസനാത്തി എന്ന് പറയുന്ന നഗരത്തിലേക്കാണ് പോകുന്നത്. അവിടെ തന്റെ സഹോദരനാകുന്ന മുറാദ് ഉണ്ട്. മുറാദിന് എന്താണ് കച്ചവട പണി. അപ്പൊ മുറാദിനെ സഹായിച്ച, ആ കച്ചവടത്തിലൊക്കെ സഹായിച്ച അങ്ങനെ അമേരിക്കയിലെ സിൻസനാത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് 4 വർഷത്തോളം അവിടെ ജീവിക്കാണ്. അങ്ങനെ തന്റെ ഒഴിവ് സമയങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പണി എന്തായിരുന്നു? നല്ല പുതിയ കാര്യങ്ങൾ പഠിക്കുക, അതുപോലെ തന്നെ ഒരുപാട് കിതാബുകളൊക്കെ വായിക്കുക. കവിത, നല്ല കവിയായിരുന്നു. കവിത എന്നുള്ള കഴിവ് ചെറുപ്പത്തിലാണ്, നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് കവിതകൾ എഴുതുക. അങ്ങനെ ഒഴിവ് സമയങ്ങളൊക്കെ അദ്ദേഹം നല്ല രൂപത്തിൽ ചെലവഴിച്ച് അങ്ങനെ
സുമ ഇല ന്യൂയോർക്ക് 1916. പിന്നെ 1912 മുതൽ 16 വരെയുള്ള 4 വർഷം സിൻസിനാത്തി എന്ന് പറയുന്ന സ്ഥലത്ത് തന്റെ സഹോദരന്റെ കൂടെ കച്ചവടത്തിലേക്ക് ഏർപ്പെട്ടു. 1916 അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എന്താ പണി, അവിടെ കിതാബത്ത് രചനകള്, അങ്ങനെ തഹരീർ മജല്ലത്തുൽ അറബിയ എന്ന് പറയുന്ന ഒരു പത്രം, ഒരു മജല്ല, ഒരു മാഗസിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു മജല്ലയുടെ എഡിറ്റർ ആയിട്ട് ജോലി ചെയ്യാണ് ന്യൂയോർക്കിൽ. സുമ ഫി തഹരീർ മജല്ലത്ത് മിർആത്തുൽ ഖുർബ. അങ്ങനെ മജല്ലത്തുൽ അറബിയാണ് ആദ്യം ജോലി ചെയ്തത്. പിന്നെ മിർആത്തുൽ ഖുർബ എന്ന് പറയുന്ന ഒരു പത്രം, ഒരു മജല്ല, സാഹിബിഹ നജീബ് ദിയാബ്, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാകുന്ന നജീബ് ദിയാബ് എന്ന് പറയുന്ന ആളുടെ പത്രമാണ് മിർആത്തുൽ ഖുർബ. ഈ പത്രത്തിന്റെ എഡിറ്ററായിട്ട് 1918 ജോലി ഏൽക്കാണ്. ഇത്തസലമായ ഖലീൽ ജിബ്രാൻ മിഖായിൽ നൊയ്മ ഖദ് ഇശ്തറക ഫി തഅസീസ് റാബിത്തത്തുൽ ഖലമിയ്യ. അങ്ങനെ ആ സമയത്ത് ന്യൂയോർക്കിൽ മിഖായിൽ നൊയ്മയും ഖലീൽ ജിബ്രാനൊക്കെ ഉള്ള ഒരു സുവർണ്ണ കാലഘട്ടമാണ്. അപ്പൊ ഇവരോട് കൂടെ ഈലിയ അബുമാലി കൂടുകയും അങ്ങനെ ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട്, ഇവരും മറ്റു കുറച്ച് ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സാഹിത്യ സംഘടന, സാഹിത്യകാരന്മാരുടെ ഒരു സംഘടന, ഒരു കൂട്ടായ്മ രൂപീകരിക്കാണ് റാബിത്തത്തുൽ ഖലമിയ്യ എന്ന പേരിൽ 1920. അപ്പൊ ജിബ്രാനും അതുപോലെ നമ്മൾ ഈലിയ അബുമാലിയും മിഖായിലും ഇവർക്കൊക്കെ വലിയ റോള് ഈ ഒരു സംഘടന രൂപീകരിക്കുന്നതിലുണ്ട്. യുഅ്തബറു അഹമ്മു ശുറാഇൽ മഹ്ജരി ഫി അവൈൽ ഖർനിൽ 20. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈലിയ അബുമാലിനെ കുറിച്ച്, 20-ാം നൂറ്റാണ്ടിന്റെ തുടക്ക കാലഘട്ടത്തിലെ ഷുറാഉൽ മഹ്ജർ, അദബുൽ മഹ്ജറിലെ ഏറ്റവും പ്രസിദ്ധനായ, ഏറ്റവും പ്രധാനപ്പെട്ട ഷാഹിറായിട്ട് അറിയപ്പെടുന്ന ഈലിയ അബുമാലിയാണ്. മിഖായിൽ നൊയ്മ ആണെങ്കിലും ജിബ്രാൻ ആണെങ്കിലും ഇവർക്കൊക്കെ ഷെയറുകളുണ്ട്. പക്ഷെ ഏറ്റവും ഷെയർ എന്ന വിഷയത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ആള് എന്ന് പറയുന്നത് ഈലിയ അബുമാലിയാണ്. യബ്ദു ഫി ശരിഹി തഫാഉൽ വദ്ദഅവതു ഇലൽ ഹയാത്തി. ഇലബ്മാലിന്റെ ഷെയറിന്റെ പ്രത്യേകത അതിൽ തഫാഉൽ, ശുഭാപ്തി വിശ്വാസം, തഫാഉൽ നല്ലോണം ഉണ്ടാവും അദ്ദേഹത്തിന്റെ ഷെയറിലൊക്കെ, നല്ല ശുഭാപ്തി വിശ്വാസം കിട്ടും. വദ്ദഅവതു ഇലൽ ഹയാത്തി, അതെന്താ ജീവിക്കാനുള്ള ഒരു താല്പര്യം, ജീവിക്കാനുള്ള ഒരു ക്ഷണം, ജീവിതത്തിലേക്കുള്ള ഒരു എന്താ പറയാ ഒരു വിളി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കവിതയിൽ നന്നായിട്ടുണ്ടാവും. യുറഫ് ഷായിറു തഫാഉൽ എന്ന പേരിൽ അദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട്. അമില ഫി സ്വഹാഇഫി വൽ ജറാഇദ്, അദ്ദേഹം ഒരുപാട് പത്രങ്ങളിലും ഒരുപാട് മാഗസിനുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അൽ മജല്ലത്തുൽ അറബിയ, അതുപോലെ തന്നെ മജല്ലത്തുൽ മർആത്തുൽ ഖുർബ, റിഹലത്തുൽ ഫതാത്ത്, അസ്സമീർ, മജല്ലത്തുൽ സമീർ. ഈ പത്രങ്ങളിലൊക്കെ, പത്രങ്ങളാ ചിലത് മാഗസിനുകളാ ചിലത് പത്രങ്ങളാണ്, ഇതിലൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട് ന്യൂയോർക്കിലെത്തിയ അവസരത്തിൽ. അസ്തറ മജല്ലത്ത് സമീർ 1929, വാസ്ബഹത്ത് ജരീദത്തുൽ യൗമിയ 1936. ഈലിയ അബുമാലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറഞ്ഞാൽ 1929 അദ്ദേഹം മജല്ലത്തു സമീർ എന്ന പേരിൽ ഒരു മാഗസിൻ ഇറക്കാണ്. പിന്നെ 1936 ആകുമ്പോഴേക്ക് ഈ മാഗസിൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെ പുറത്തിറങ്ങും. പക്ഷെ അതൊരു ദിനപത്രമായിട്ട് മാറാണ് 1936 കൂടെ. 1929 മജല്ലയായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. 1936 അതൊരു ജരീദത്തുൽ യൗമിയായിട്ട്, ദിവസം ഇറങ്ങുന്ന പത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഷാഇറുൽ മഹ്ജരിയിൽ അക്ബർ, മഹ്ജറിലെ ഏറ്റവും വലിയ സാഹിത്യ, ഏറ്റവും വലിയ ഷാഇർ ഈലിയ അബുമാലിൻ. اشتهر بفلسفته التي تطغى عليه نزعة التفاؤل وحب الحياة والحنين للوطن. അപ്പൊ അദ്ദേഹത്തിന്റെ ഫൽസഫ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് എന്താണ്? നിസ്അത്തു തഫാഉൽ, നല്ല ശുഭാപ്തി വിശ്വാസം നൽകുന്ന കാര്യങ്ങളായിരിക്കും. ഹുബ്ബുൽ ഹയാത്ത്, ജീവിക്കാനുള്ള താല്പര്യം, ഒരു സ്നേഹം, ജീവിതത്തോടുള്ള ഒരു താല്പര്യം ഉണ്ടാവും. വൽ ഹാനീനുൽ വതൻ, അപ്പൊ സ്വാഭാവികമായിട്ട് ലെബനാന് നാട് വിട്ട് അമേരിക്കയിൽ നിൽക്കുമ്പോൾ ജന്മനാടാകുന്ന നാട്ടിലേക്ക് വിട്ടുപോകാനുള്ള, തിരിച്ചു പോകാനുള്ള ഒരു താല്പര്യം, ഈ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ഷെയറിൽ ഉണ്ടായിരുന്നതും. ഈ കാര്യങ്ങളെ കൊണ്ടാണ് നമ്മൾ ഈലിയ അബുമാലി മഷ്ഹൂറാകുന്നത്, പ്രസിദ്ധനാകുന്നതൊക്കെ. ദൂർത്തെ ദിയാബ് ഇബ്നത്തെ നജീബ് ദിയാബ് അല്ലദി അസ്ദറ മജല്ലത്ത് മിർആത്തുൽ ഖുർബ. നമ്മൾ നേരത്തെ പറയല്ലോ മിർആത്തുൽ ഖുർബ എന്ന് പറഞ്ഞ പത്രത്തിന്റെ തഹരീർ, അതിന് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തു പറഞ്ഞല്ലോ. ഈ മിർആത്തുൽ ഖുർബ എന്ന് പറയുന്ന പത്രത്തിന്റെ എഡിറ്ററാകുന്ന നജീബ് ദിയാബിന്റെ മകളാകുന്ന ദോർത്തെ ദിയാബ് എന്ന് പറയുന്ന സ്ത്രീയാണ് നമ്മുടെ ഈലിയ അബുമാലി വിവാഹം കഴിക്കുന്നത്. അങ്ങനെ അതിൽ 4 മക്കളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. തൂഫിയ ഈലിയ അബുമാലി ഫി ന്യൂയോർക്ക് ബി മറളിൻ നൗബത്തുൽ ഖൽബിയ്യ സനത 1957. 1957 ഒരു ഹൃദയ സംബന്ധമായ ഒരു രോഗം ബാധിച്ച് ന്യൂയോർക്കിൽ തന്നെ അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ 1890 മുതൽ 1957 വരെയുള്ള ഒരു ദീർഘമായ ഏകദേശം 67 വർഷത്തെ ജീവിതമാണ് നമ്മുടെ ഈലിയ അബുമാലിക്ക് ഉണ്ടായിരുന്നത്. നഷറഫി ഹയാത്തി അർബാത്ത് ദവാവിൻ, അദ്ദേഹം മൊത്തം 5 ദീവാനുകൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പബ്ലിഷ് ചെയ്തത് 4 ദീവാനുകളാണ്. അത് ഒന്ന് തിദ്കാറുൽ മാലി, നമ്മളാ പറഞ്ഞ 22-ാമത്തെ വയസ്സിൽ 1911 പബ്ലിഷ് ചെയ്ത തിദ്കാറുൽ മാലി. രണ്ടാമത് 1918 പബ്ലിഷ് ചെയ്ത ദീവാനു ഈലിയ അബുമാലി എന്ന് പറയുന്ന ഒരു ദീവാനു ഈലിയ ലോഹിർ അബുമാലി, പൂർണ്ണ പേരുണ്ടാവും. ദീവാനു മാലി അല്ലെങ്കിൽ ദീവാൻ അബുമാലി എന്നൊക്കെ അറിയപ്പെടുന്ന രണ്ടാമത്തെ ദീവാൻ. മൂന്നാമത്തത് അൽ ജദാവിൽ 1927. നാലാമത്തെ ദീവാൻ 1946 അൽ ഖമാഇല്.
പിന്നെ അവസാനം 1957 അദ്ദേഹം മരിച്ച് 4 വർഷത്തിന് ശേഷം തിബ്ർ തുറാബ് എന്ന് പറയുന്ന 5ാമത്തെ ദീവാനും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജീവിതകാലത്ത് 4 ജീവിതത്തിന് ശേഷം, അതായത് അദ്ദേഹം എഴുതിയിട്ടുണ്ടാകും, പിന്നെ അത് പബ്ലിഷ് ചെയ്യുന്നതിന് കുറെ വർഷം എടുത്തിട്ടുണ്ടാവും. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ മരണശേഷം പബ്ലിഷ് ചെയ്ത ഒരു ദീവാനാണ്, അവസാനത്തെ പബ്ലിഷ് ചെയ്ത ദീവാനാണ് തിബ്ർ തുറാബ് 1961. ഓക്കെ. അഷ്ഹറ ഖസീദത്തുഹു ഖസീദത്തുദ്ദീൻ. അദ്ദേഹത്തിന് ഒരുപാട് ഖസീദകളുണ്ട്. ഖസീദത്തുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഖസീദന്, അദ്ദേഹത്തിന് ഏറ്റവും പ്രസിദ്ധമായ ഖസീദ എന്ന് പറയുന്നത് ലഹു ഖസീദത്തുൻ മഷ്ഹൂറത്തുൻ ബിസ്മി അൽ മസാ. അൽ മസാ എന്ന പേരിൽ ഒരു ഖസീദ ഉണ്ട്. അതിന് ഫൽസഫത്തുൽ ഹയാത്ത് എന്ന പേരിൽ വളരെ പ്രസിദ്ധമായ ഒരു ഖസീദ ഉണ്ട്. ലഹു അബിയത്തുൻ ലദി തൻതഹു ഫീ കുല്ലി അർബഅത്തി കലിമത്തിൻ ലസ്തു അദ്രി. അതുപോലെ തന്നെ ഒരു ഖസീദ ഉണ്ട്. ആ ഖസീദിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 4 വരി കഴിയുമ്പോഴൊക്കെ 4ാമത്തെ വരിക്ക് അവസാനിക്കുന്നത് ലസ്തു അദ്രി. ലസ്തു അദ്രി എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ടുള്ള അങ്ങനത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള രൂപത്തിലുള്ള ഒരു കവിതയും നമ്മളെ ഈലിയ അബു മാലിക് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഖസീദകൾ, ഷായിറുൽ മഹ്ജർ അക്ബർ, ഷായിറു തഫാഉൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഷായിറാണ് നമ്മുടെ ഈലിയ അബു മാലിക്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കുറച്ച് ഖസീദകളുടെ പേരും പ്രത്യേകതകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. അപ്പൊ നമ്മള് ഏകദേശം ഇന്ന് ഈ സെഷനിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മഹ്ജർ ലിറ്ററേച്ചറിലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യനുകളൊക്കെ വന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്, ഏറ്റവും കൂടുതൽ പഠിക്കാനൊക്കെ ഉള്ള 2 വ്യക്തിത്വങ്ങളാണ് ഖലീൽ ജിബ്രാനും ഈലിയ അബു മാലിക്. ഈ 2 ആളുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ റെഫറൻസുകൾ കാര്യങ്ങളൊക്കെ കിട്ടാൻ നിങ്ങൾ ഹന്ന ഫാഖൂരി റെഫർ ചെയ്താൽ തന്നെ ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ ഹന്ന ഫാഖൂരി നീക്കാനും വരാം. പിന്നെ ഒന്നും കൂടെ മോഡേൺ ആയിട്ട്, ഒന്നും കൂടെ അപ്ഡേറ്റഡ് ആയ ഡീറ്റെയിൽസുകൾ, ഡാറ്റാസ് ഒക്കെ വേണമെങ്കിൽ വിക്കിപീഡിയ, അതുപോലെ തന്നെ മാരിഫ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വെബ്സൈറ്റുകളൊക്കെ, റിലയബിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ പരിശോധിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കിട്ടും. ഓരോ കിതാബിനെ കുറിച്ചും അതിന്റെ വർഷവും അതിൽ പറയുന്ന വിഷയങ്ങൾ, ഉൾക്കൊള്ളുന്ന ആശയങ്ങളെ, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷൻ ഒക്കെ ഗൂഗിളിൽ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഈ നോട്ട് നമ്മൾ നന്നായിട്ട് പഠിക്കുക. ഇൻഷാല്ലാ നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. അതോട് കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹന്ന ഫാഖൂരി ഹദീസ് എന്ന് പറയുന്ന താരിഖുൽ അദബുൽ അറബിൽ ഹദീസ് എന്ന് പറയുന്ന ഹന്ന ഫാഖൂരിയുടെ ഒരു കിതാബുണ്ട്. അതിൽ ജിബ്രാനെ കുറിച്ചും ഈലിയ അബു മാലിക്കിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട്, അദബുൽ മഹ്ജറിലെ ഏകദേശം എല്ലാ ആളുകളെ കുറിച്ചും അതിലുണ്ട് കേട്ടോ. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ, എന്നാൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന അത്ര അളവിലുള്ള കാര്യങ്ങൾ അതിലുണ്ട്. ഇൻഷാല്ലാ ഈ 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഏകദേശം 1/4 മണിക്കൂറിലേറെ നമ്മൾ സമയം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരാളുടെ മൈൻഡ് നമുക്ക് ഒരേ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നത് സയൻസ് ഒക്കെ 40 മിനിറ്റ് ആണ്. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ ഏകദേശം 40 മിനിറ്റ് അതിക്രമിച്ചിട്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ക്ലാസ്സിലുള്ള ആളുകൾക്ക് ഡൗട്ട് കാര്യങ്ങൾ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കിട്ടും. അപ്പോൾ ഇൻഷാല്ലാ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ശുക്രൻ ലക്കും.